ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആരൊക്കെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്? ഒരു വലിയ കൺഫ്യൂഷനായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. കാരണം രണ്ട് ഫേസുകളിലായിട്ട് ഏതാണ്ട് 2-2.25 ലക്ഷത്തോളം ആളുകൾ പരീക്ഷ എഴുതി കഴിഞ്ഞു. പിന്നീട് 1 ലക്ഷത്തിൽ പുറത്ത് ആളുകൾ മാത്രമാണ് തേർഡ് ഫേസ് പരീക്ഷ എഴുതാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പേര് ഇനിയും മെയിൻസിന് പഠിക്കണം, എത്ര മാർക്ക് പ്രതീക്ഷിക്കാമെന്നൊക്കെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പം ഒരു കാര്യം പറയാം, അതായത് ഇത് പ്രഡിക്ഷൻ ഒന്നും അല്ല, അല്ലെങ്കിൽ നിങ്ങൾ എത്ര മാർക്ക് കൃത്യമായിട്ട് ഇത്ര ആയിരിക്കും കട്ട് ഓഫ് വരുന്നതെന്നുള്ള കട്ട് ഓഫ് പ്രഡിക്ഷൻ ഒന്നും അല്ല. അപ്പോൾ ഇതിൽ ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ ഇപ്പം നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് പഠിച്ചതെന്നിരിക്കട്ടെ, കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആണ് നിങ്ങൾ മെയിനായിട്ട് പഠിച്ചതെന്നിരിക്കട്ടെ. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് പരീക്ഷയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം, കാരണം 2 ഫേസുകൾ, ഫസ്റ്റ് ഫേസ് ആണെങ്കിലും സെക്കൻഡ് ഫേസ് ആണെങ്കിലും 2 ഫേസുകളും വലിയ വ്യത്യാസമില്ലാത്തൊരു നിലവാരം പുലർത്തി എന്നുള്ളതാണ്. സെക്കൻഡ് ഫേസ് ഒരു അല്പം പ്രയാസമായിരുന്നുവെങ്കിൽ പോലും 2 ഫേസും വലിയ വ്യത്യാസമില്ലാത്ത ഒരു നിലവാരം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 42 മുതൽ 48 വരെയുള്ള മാർക്ക് ഡിഗ്രി പ്രിലിംസ് പരീക്ഷയിൽ കമ്പനി ബോർഡ് മെയിൻസിലേക്ക് എഴുതാനുള്ള ഒരു സേഫ് സ്കോർ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഒരു 45+ ഒക്കെ നേടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മെയിൻസിന് വേണ്ടി നിർബന്ധമായും പഠിച്ചു തുടങ്ങുക. നിങ്ങൾ എന്ത് ചെയ്യരുത്, സമയം വേസ്റ്റ് ആക്കരുത്. ഇനി നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണെങ്കിൽ, കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് കേസ് 4000-ഓളം വേക്കൻസി പറയുന്നതാണ്. പക്ഷേ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആകുമ്പോൾ 200-300 വേക്കൻസികളിലാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. പക്ഷേ അവിടെ ഇപ്പോൾ എന്ത് ചെയ്തേക്കാം, കട്ട് ഓഫ് കുറച്ചൊന്ന് കയറിയേക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു 48+ ആണ് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഇനി നിങ്ങൾ സബ് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടറോ ഒക്കെ ആണെങ്കിൽ അവിടെ കട്ട് ഓഫിൻ്റെ സ്ഥിതി ഇതിലും കൂടുതലാകാൻ, 50 പുറത്തേക്ക് എസ്ഐയും എക്സൈസും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ളവർ അത്തരത്തിൽ പഠിച്ചു തുടങ്ങാം. സൂപ്പർ നോട്ട്സ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു അനിശ്ചിതത്വം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യണോ പഠിച്ചു തുടങ്ങണോ എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് കമ്പനി ബോർഡും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും SBCAയും ഒറ്റ ബാച്ചിലിട്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി കിട്ടിയില്ല, പക്ഷേ കമ്പനി ബോർഡിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു പോകാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഫോഴ്സ് പരീക്ഷകൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ബാച്ചുമാണ് ഇട്ടിരിക്കുന്നത്. അപ്പം പറയാൻ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ച് മെയിൻസ് ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ സ്കെയിലുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. അതിൽ ഏറ്റവും ബെസ്റ്റ് ടൈം ഇതാണ്. ഇനിയും തേർഡ് ഫേസോടെ കഴിയട്ടെ എന്ന് വിചാരിക്കേണ്ട. ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് പോലെയുള്ള നമ്മുടെ മെയിൻസ് ബാച്ചിൻ്റെ സ്റ്റഡി പ്ലാനാണ്. ഈ ഒരു സ്റ്റഡി പ്ലാനിൽ നാളെ മുതലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് അതിൻ്റെ ഓറിയൻറ്റേഷൻ ആയിരിക്കും. 18-ാം തീയതി മൺഡേ വൈകുന്നേരം 5 മണിക്ക് ഓറിയൻറ്റേഷൻ ഉണ്ട്. വൈകുന്നേരം 5:30 തൊട്ടൊരു ഡെമോ സെഷൻ യൂട്യൂബിൽ നിന്ന് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് 19-ാം തീയതി തൊട്ട് നമ്മൾ മെയിൻസിൻ്റെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റഡി പ്ലാൻ ഒക്കെ സെറ്റാണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ 2499 രൂപയാണ് ബാച്ചിൻ്റെ ഫീ വരുന്നത്. 2 സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാം. ഇത് 2 ഒന്നിച്ച് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ആകെ 5000 രൂപയാണ്. അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു കോംബോ ഓഫറിൽ ഡിസ്കൗണ്ട് ഉണ്ട്. 4499 രൂപയ്ക്ക് നിങ്ങൾക്ക് 2 ബാച്ചുകളിലേക്കായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അവസരം പെട്ടെന്ന് പ്രയോജനപ്പെടുത്തുക. 8281223366 നമ്പറിലേക്ക് വിളിക്കാം. ഇല്ലെങ്കിൽ നേരെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നേരിട്ട് കയറി പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തിക്കോ. നമുക്ക് ക്ലാസ്സിൽ കാണാം.